ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഡിസ്കസ് ചെയ്യാം. +1 ഇംഗ്ലീഷ് എക്സാമിന് സ്ഥിരമായിട്ട് കണ്ടുവരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ഡിസ്കോസുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൗ ടു റൈറ്റ് ആൻ ഇമെയിൽ, എങ്ങനെയാണ് ഒരു ഇമെയിൽ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ സാധാരണഗതിയിൽ നിങ്ങളെ പ്രായമുള്ള കുട്ടികളൊന്നും ഇമെയിൽ എഴുതി തുടങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല. ഇമെയിൽ അറിയുന്നുണ്ടാവും, പക്ഷേ ഇമെയിൽ എഴുതി പരിചയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കും, മറ്റു സോഷ്യൽ മീഡിയകളിലൊക്കെ മെസ്സേജ് അയക്കും. അങ്ങനെയാണോ ശരിക്കും ഒരു ഇമെയിൽ എഴുതുക? അതല്ല, അങ്ങനെയുള്ള മെസ്സേജുകളിൽ നിന്ന് ഇമെയിൽ റൈറ്റിങ്ങിനെ എങ്ങനെയാണ് ഇമെയിൽ റൈറ്റിംഗ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇമെയിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഒഫീഷ്യൽ പ്ലാറ്റ്ഫോം ഫോർ സെൻഡിങ് അവർ മെസ്സേജസ്. നമ്മളെ വളരെ ഒഫീഷ്യലായിട്ടുള്ള മെസ്സേജുകൾ അയക്കാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇമെയിൽ എഴുതുമ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതായത് പരീക്ഷയ്ക്ക് ഇമെയിൽ എഴുതുന്നതും സാധാരണ ഒരു ഇമെയിൽ സെൻഡ് ചെയ്യുന്നതും തമ്മിൽ ഡിഫറെൻ്റ് ആണ്. കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ ഇമെയിൽ ഫോണിൽ തുറക്കുമ്പോൾ ഫ്രം ഒന്നും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. കാരണം ഫ്രം ഒക്കെ അതിൽ ഓട്ടോമാറ്റിക്കലായിട്ട് വരും അല്ലേ. ചിലപ്പോൾ സബ്ജക്റ്റും നമ്മൾ ഫയലൊക്കെ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് സബ്ജക്റ്റും ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് വരും. എന്നാൽ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇതെല്ലാം നമ്മൾ വ്യത്യസ്തമായിട്ട് എഴുതണം. അപ്പോൾ നോക്കൂ, എന്തൊക്കെയാണ് ഇമെയിലിൽ വേണ്ടത്? ഫസ്റ്റ് ആയിട്ട് വേണ്ടത് ഫ്രം ആണ്. ഫ്രം എന്ന് പറഞ്ഞാൽ ആരാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആരാണെന്ന് പറയുമ്പോൾ അവിടെ പേര് കൊടുക്കാൻ പറ്റില്ല, ആ ആളുടെ ഇമെയിൽ ID ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒരു ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. ഒരു എക്സാമ്പിളായിട്ട് ഒരു ഇമെയിൽ ID jauhar@gmail.com, അത് എൻ്റെ ഒരു ഇമെയിൽ ID പോലെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അതാണ് ഫസ്റ്റ് വേണ്ടത്. രണ്ടാമത് ടു എന്ന് എഴുതുക. എന്നിട്ട് ആർക്കാണോ നമ്മൾ മെയിൽ ചെയ്യുന്നത് അപ്പോൾ അവരുടെ ഇമെയിൽ ID ആയിരിക്കും അവിടെ കൊടുക്കേണ്ടി വരിക. അപ്പോൾ പ്രിൻസിപ്പളിനാണ്, അപ്പോൾ principal@abcschool.com. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുക്കുക. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് CC, അതായത് ക്യാപിറ്റൽ ലെറ്ററിൽ CC എന്ന് എഴുതുക. CC എന്ന് പറഞ്ഞാൽ കാർബൺ കോപ്പി എന്നാണ്. എന്താണ് ഈ കാർബൺ കോപ്പി എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ഇമെയിൽ ഒന്നിലധികം ആൾക്കാർക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ CC എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ എല്ലാവരുടെയും മെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഒന്നിലധികം ആളുകൾക്ക് ഈ മെയിൽ അറ്റ് എ ടൈം പാസ് ചെയ്യും. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ഇപ്പോൾ ഒന്നിലധികം ആളുകൾക്ക് മെയിൽ അയക്കാനാണ് ചോദ്യമെങ്കിൽ CC എന്ന് എഴുതിയതിന് ശേഷം അവിടെ എല്ലാവരുടെയും മെയിൽ ID കൊടുത്താൽ മതി. ഇനി അതല്ല, പരീക്ഷയ്ക്ക് ഒരാൾക്ക് മാത്രമേ മെയിൽ ID ഒരാൾക്ക് മാത്രമേ മെയിൽ അയക്കാനുള്ളൂ എങ്കിൽ CC എന്ന് എഴുതിയിട്ട് അവിടെ ഒരു ബ്ലാങ്ക് ഇട്ടാൽ മതി, അവിടെ നിങ്ങളൊന്നും എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്തതാണ് BCC എന്ന് പറയുന്നത്. BCC എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നാണ്. അതായത് ഒന്നിലധികം ആൾക്കാർക്ക് തന്നെയാണ് മെയിൽ അയക്കേണ്ടത്, പക്ഷേ ആരും ആരുടെയും പേഴ്സണൽ മെയിൽ കാണാൻ പാടില്ല. അങ്ങനത്തെ കേസുകൾ വരുമ്പോൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് 100 ആളുകൾക്ക് എനിക്ക് മെയിൽ അയക്കണം, അപ്പോൾ 100 കുട്ടികളുടെ മെയിലും ഞാൻ ടൈപ്പ് ചെയ്തിട്ട് അത് CCയിൽ ടൈപ്പ് ചെയ്ത് എല്ലാ കുട്ടികൾക്കും കാണാം. BCCയിലാണ് ഞാൻ ഈ 100 കുട്ടികളുടെ മെയിലും ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ അതെല്ലാവർക്കും കാണാൻ പറ്റില്ല, ഓരോരുത്തർക്കും അവരവരുടേത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ ഭാഗവും നിങ്ങൾ പരീക്ഷയ്ക്ക് ഒരു ബ്ലാങ്ക് ഇട്ടാൽ മതി, അതോടെ നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. എന്താണ് സബ്ജക്റ്റ്? നമ്മൾ അയക്കുന്ന മെയിൽ എന്ത് കണ്ടൻറ്റ് ഉൾക്കൊള്ളുന്നതാണോ അതിനെ ഒരൊറ്റ വരിയിലേക്ക് മാറ്റുന്നതാണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഷോർട്ടായിരിക്കണം, ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ 2 ദിവസത്തെ ലീവ് ലെറ്ററാണ് പ്രിൻസിപ്പളിനോ അല്ലെങ്കിൽ നമ്മളെ HMനോ അല്ലെങ്കിൽ നമ്മളെ ക്ലാസ് ടീച്ചറിനോ മെയിൽ അയക്കുന്നത് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ സബ്ജക്റ്റിൻ്റെ അവിടെ എഴുതേണ്ട ആകെ ഒരൊറ്റ വേർഡാണ്, ഒറ്റ സെൻറ്റൻസ് ആണ്. റിക്വസ്റ്റ് ഫോർ 2 days ലീവ് എന്ന് മാത്രം എഴുതിയാൽ മതി. അവിടെ അധികം ഇങ്ങനെ കുറേ വാരി വലിച്ച് എഴുതാൻ പാടില്ല. അതാണ് മെയിലിൻ്റെ പ്രത്യേകത കേട്ടോ. പിന്നെ അടുത്തതായിട്ട് മെയിലിൻ്റെ കണ്ടൻറ്റിലേക്ക് വരികയാണ്. അപ്പോൾ കണ്ടൻറ്റിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് നമ്മൾ സല്യൂട്ടേഷൻ കൊടുക്കണം. സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഡിയർ സാർന്നോ അല്ലെങ്കിൽ ഡിയർ മാഡം എന്നോ കൊടുക്കാം. അങ്ങനെ ഡിയർ സർ ഓർ മാഡം, അതാണ് ശരിക്കും ഒരു ഒഫീഷ്യലായ ഫോർമാറ്റ്. കാരണം അങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ടീച്ചർ ആണായാലും പെണ്ണായാലും ഡിയർ സർ ഓർ മാഡം എന്ന് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് അറിയുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആണാണെങ്കിൽ സർ എന്ന് കൊടുക്കാം, ലേഡി ആണെങ്കിൽ മാഡം എന്ന് കൊടുക്കാം, കുഴപ്പമില്ല. പിന്നെ എന്ത് ചെയ്യാം, നമ്മൾ തുടങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ആദ്യം തന്നെ കുറേ ഇൻട്രൊഡക്ഷൻ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് വിഷയം അവതരിപ്പിക്കുക എന്നുള്ളതാണ് മെയിലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ എന്ത് ചെയ്യാം, വിഷയത്തിലേക്ക് വരാം. ഐ എം റൈറ്റിംഗ് ദിസ് മെയിൽ ടു റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നോക്കൂ, ഐ എം റൈറ്റിംഗ്. ഇതൊക്കെ 3 ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത് എങ്ങനെയൊക്കെ തുടങ്ങാം എന്നുള്ളതിൻ്റെ ഡിഫറെൻറ്റ് ഫോർമാറ്റ്സ് ആണ്. ഐ എം റൈറ്റിംഗ് ടു റിക്വസ്റ്റ് 2 days of leave എന്ന് പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം. ബിക്കോസ് ഐ ഹാവ് ബീൻ സഫറിങ് ഫ്രം ഫീവർ ആൻഡ് മൈ ഡോക്ടർ അഡ്വൈസ്ഡ് മീ ടു ടേക്ക് എന്താ പറയുക വീക്ക് ഓഫ് റെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എഴുതാം. ഒരു വീക്ക് റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചു, അതുകൊണ്ട് 2 ദിവസം എനിക്ക് ലീവ് വേണം. അപ്പോൾ വിഷയം നേരെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കേട്ടോ. അല്ലെങ്കിൽ വേറെ രീതിയിൽ എഴുതാം, ഐ ആം റൈറ്റിംഗ്
ദിസ് മെയിൽ ടു ഇൻഫോം യു ദാറ്റ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. ഞാൻ ഈ മെയിൽ എഴുതുന്നത് നിങ്ങളെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ബ്രിങ് ടു യുവർ അറ്റൻഷൻ, അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ബ്രിങ് ടു യുവർ നോട്ടീസ് ദാറ്റ്, നിങ്ങളുടെ എന്താ പറയുക ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മെയിൽ എഴുതുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, ഡോട്ട് ഇട്ട് ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ വിഷയം അവതരിപ്പിക്കണം. ഓക്കെ, ഒരു 3, 4, 5 വരിയിൽ വിഷയം അവതരിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നീട് വേണ്ടത് ആ വിഷയം അവതരിപ്പിക്കുക എന്നുള്ളതിനാണ് നമ്മൾ ബോഡി പാരഗ്രാഫ് എന്ന് പറയാം. അതായത് ഞാനൊരു മെയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം, എഴുതുന്നില്ല, വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു 2 ദിവസത്തെ ലീവാണ് ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുക. നമുക്ക് പനിയാണ്, ഇപ്പോൾ ഒരു കുട്ടിക്ക് പനിയാണ്, ഡോക്ടർ ഒരു 1 വീക്ക് ലീവ് അല്ലെങ്കിൽ 2 ഡേയ്സ് ലീവ് എടുക്കാൻ പറഞ്ഞു, 2 ഡേയ്സ് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു വീട്ടിൽ. ഓക്കെ, അങ്ങനെയുള്ള ഒരു കുട്ടി പ്രിൻസിപ്പളിനോ അല്ലെങ്കിൽ സാറിനോ മെയിൽ ചെയ്യുന്ന ഒരു സമയത്ത് എങ്ങനെയൊക്കെയാണ് എഴുതുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഫ്രം എന്നുള്ളടത്ത് ആർക്കാണോ അവരുടെ മെയിൽ ഐ ഡി, ഫ്രം എന്നുള്ളടത്ത് നമ്മളെ മെയിൽ ഐ ഡി, എന്നുള്ളടത്ത് ആർക്കാണോ അവരുടെ മെയിൽ ഐ ഡി, പിന്നെ CC BCC ഒക്കെ ജസ്റ്റ് ഇങ്ങനെ എഴുതി വെക്കുക. അവിടെ ഒന്നും എഴുതണം നിർബന്ധമല്ല, അവിടെയൊക്കെ ബ്ലാങ്ക് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഡാഷ് ഇട്ട് പോയാൽ മതി. സബ്ജക്റ്റ് റിക്വസ്റ്റ് ഫോർ 2 ഡേയ്സ് ലീവ് എന്ന് കൊടുക്കുക. എന്നിട്ട് സല്യൂട്ടേഷൻ ഡിയർ സാർ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഡിയർ മാഡം എന്ന് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഡിയർ മാഡം, ഐ ആം റൈറ്റിംഗ് ദിസ് മെയിൽ ടു ഇൻഫോം യു ദാറ്റ് അല്ലെങ്കിൽ ഐ ആം റൈറ്റിംഗ് ദിസ് മെയിൽ ടു റിക്വസ്റ്റ് യു ദാറ്റ് I need 2 days of leave on Friday and Saturday, അല്ലെങ്കിൽ on Tuesday and Wednesday, അല്ലെങ്കിൽ on Monday and Tuesday, as my doctor advised me to take 2 days of leave as I am suffering from severe fever and headache for the last 3 days. 3 ദിവസമായിട്ട് എനിക്ക് പനിയും തലവേദനയൊക്കെയാണ്, അതുകൊണ്ട് ഡോക്ടർ എന്നോട് ഇങ്ങനെ ലീവ് എടുക്കാൻ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ശരിക്കും ഈ ബോഡി പാരഗ്രാഫിൽ വരേണ്ട സാധനമായിട്ട് ഞാൻ പറഞ്ഞത്. സോ ഐ റിക്വസ്റ്റ് യു, ലാസ്റ്റ് എന്ത് ചെയ്യാം, ലീവ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ പിന്നെ ലാസ്റ്റ് ഈ ക്ലോസിങ് ലൈനിലേക്ക് വരിക. അതായത് സോ ഐ കൈൻഡ്ലി റിക്വസ്റ്റ് യു ടു കൺസിഡർ മൈ റിക്വസ്റ്റ്, അല്ലെങ്കിൽ ഐ കൈൻഡ്ലി റിക്വസ്റ്റ് യു ടു കൺസിഡർ ദിസ് മെയിൽ ആസ് എ റിക്വസ്റ്റ് ഓഫ് ലീവ് എന്ന് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കുക. ലാസ്റ്റ് എന്ത് ചെയ്യുക, താങ്കിങ് യു എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ റിഗാർഡ്സ് എന്ന് കൊടുക്കാം. എന്താ കൊടുക്കുക, റിഗാർഡ്സ് അങ്ങനെ എഴുതാറുണ്ട്. താങ്കിങ് യു എന്നുള്ളതിന് പകരം നമുക്ക് വേണമെങ്കിൽ റിഗാർഡ്സ്, ഒഫീഷ്യലായിട്ട് പറയുമ്പോൾ റിഗാർഡ്സ് എന്ന് കൊടുക്കാം കേട്ടോ. ഓക്കെ, വേണമെങ്കിൽ ലാസ്റ്റ് ഈ ഒരു ഭാഗം കൂടെ കൊടുക്കാം. ഐ ലുക്ക് ഫോർവേഡ് ടു യുവർ റെസ്പോൺസ്, നിങ്ങളുടെ റെസ്പോൺസ് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് കൊടുക്കാം. ഇനി കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ലാസ്റ്റ് താങ്കിങ് യു അല്ലെങ്കിൽ റിഗാർഡ്സ് എന്ന് കൊടുക്കാം. ലാസ്റ്റ് എന്ത് ചെയ്യുക, യുവേഴ്സ് സിൻസിയർലി അല്ലെങ്കിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, എല്ലാം കൊടുക്കണ്ട, ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. അപ്പോൾ റിഗാർഡ്സ് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ഇതിലേതെങ്കിലും ഒന്ന് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളുടെ പേരും സിഗ്നേച്ചറും വേണം. ലാസ്റ്റ്, ഏറ്റവും ലാസ്റ്റ് ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ നെയിമും SD എന്ന് എഴുതുക. SD എന്ന് പറഞ്ഞാൽ സിഗ്നേച്ചർ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു മെയിലിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സ്പീച്ചിൻ്റെ ഫോമാറ്റാണ്. ഇപ്പോൾ സ്പീച്ച് വളരെ കോമൺ ആയിട്ട് കാലങ്ങളായിട്ടുള്ളതാണ്. മെയിലൊക്കെ കുറച്ച് പുതിയ ഡിസ്കോഴ്സാണ്. മെയിലൊന്നും പണ്ടുണ്ടായിരുന്നില്ല. പണ്ട് ലെറ്റർ ആയിരുന്നു, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ലെറ്റർ ആയിരുന്നു. ഇപ്പോൾ മെയിലിൽ പുതിയത് വന്ന ഡിസ്കോഴ്സാണ്. പക്ഷേ സ്പീച്ച് പണ്ടും ഉണ്ട് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്പീച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്പീച്ചിന് എന്തൊക്കെയാണ് വേണ്ടത്? ഫസ്റ്റ് തന്നെ സ്പീച്ചിന് വേണ്ടത് ഒരു സാല്യൂട്ടേഷനാണ്, ഗ്രീറ്റിംഗ് ആണ് അല്ലേ. ഗ്രീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ തുടങ്ങാം, റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ അല്ലേ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതാണ് അതിൻ്റെ ഗ്രീറ്റിംഗ് എന്ന് പറയുന്ന ഭാഗം, അല്ലെങ്കിൽ സല്യൂട്ടേഷൻ എന്ന് പറയുന്ന ഭാഗം. അത് പല രീതിയിലും കൊടുക്കുക. ഗുഡ് മോർണിംഗ് എവറി വൺ എന്ന് പറഞ്ഞിട്ട് സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ പ്രസൻറ്റ് ഹിയർ, ഇവിടെ സംബന്ധിച്ച് എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് തുടങ്ങാം. അതാണ് ഫസ്റ്റ് വരേണ്ട ഭാഗം. രണ്ടാമത് ഒരു ഇൻട്രൊഡക്ഷൻ, നമ്മൾ ടോപ്പിക്കൊക്കെ പറയണമല്ലോ. അപ്പോൾ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. എന്നിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ ഭാഗത്തിലേക്ക് പോവാണ്. ടുഡേ ഐ ഗോട്ട് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഇന്ന് നിങ്ങളെ മുമ്പിൽ നിൽക്കാൻ എനിക്കൊരു സുവർണ അവസരം ലഭിച്ചു അല്ലേ. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ. ഞാൻ ഇന്ന് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചിട്ട് നോക്കൂ, അങ്ങനെയാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ തുടങ്ങാം. അല്ലെങ്കിൽ ഐ ആം ഹിയർ ടു ടോക്ക് അബൌട്ട് എന്ന് പറഞ്ഞിട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ വിഷയം എന്താണോ അത് കൊടുക്കണം.
ഇപ്പോൾ എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷനാണ് വിഷയമെങ്കിൽ അത് കൊടുക്കണം. അപ്പോൾ ടോപ്പിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി ശ്രദ്ധിക്കാനുള്ളത് വിഷയം ഡീറ്റെയിൽ ആയിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് എഴുതാനുള്ളത് അത് ഫുള്ള് പറയണം. ഓക്കെ, അവിടെ നമ്മൾ പിന്നെ എക്സാമ്പിൾസുകൾ കൊടുക്കണം, അറേഞ്ച് ചെയ്യണം, ആ എക്സാമ്പിൾസിനെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യണം. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല സിമ്പിളായ ലാംഗ്വേജിൽ സ്പീച്ച് എഴുതാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഞാനൊരു സ്പീച്ച് എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൻ്റെ മുമ്പ് ഞാൻ അതിൻ്റെ സ്ട്രക്ചറാണ് പറയുന്നത്. അപ്പോൾ ബോഡി പാരഗ്രാഫ് അല്ലെങ്കിൽ വിഷയം അവതരണം കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത് കൺക്ലൂഷനാണ്. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ സ്പീച്ച് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെ സ്പീച്ച് അവസാനിപ്പിക്കുക? സ്പീച്ച് അവസാനിപ്പിക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞ കുറേ സാധനങ്ങളുണ്ടാവും, അതൊന്ന് സമ്മപ്പ് ചെയ്യുക. സോ ഈ പോയിൻറ്റ്സ് ഒക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, പറഞ്ഞ കാര്യങ്ങളൊന്ന് സമ്മപ്പ് ചെയ്യുക. അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സമ്മപ്പ് ചെയ്യുമ്പോൾ ഈ രീതിയിലൊക്കെ സമ്മപ്പ് ചെയ്യാം. ഇൻ കൺക്ലൂഷൻ എന്ന് പറഞ്ഞിട്ട് സമ്മപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻ ഷോർട്ട് എന്ന് പറഞ്ഞിട്ട് സമ്മപ്പ് ചെയ്യാം, അല്ലേ? അല്ലെങ്കിൽ ഇൻ ബ്രീഫ് എന്ന് പറഞ്ഞിട്ട് സമ്മപ്പ് ചെയ്യാം. ഓക്കെ, അങ്ങനെ സമ്മപ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ സ്പീച്ച് അവസാനിപ്പിക്കുക. സോ ആസ് വി ആർ റണ്ണിങ് ഷോർട്ട് ഓഫ് ടൈം, നമുക്ക് സമയം കുറവാണ്. എങ്ങനെ പറയാം? ആസ് വി ആർ റണ്ണിങ് ഷോർട്ട് ഓഫ് ടൈം കേട്ടോ. നമുക്ക് സമയം കുറവായതുകൊണ്ട്, പ്രോഗ്രാമിന് സമയം കുറവായതുകൊണ്ട് ഐ ആം ഗോയിങ് ടു കൺക്ലൂഡ് മൈ സ്പീച്ച്, ഞാൻ എൻ്റെ സ്പീച്ച് ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ഐ വുഡ് റെക്കമെൻഡ് യു ടു I would recommend you to take serious the points that I already mentioned in the speech. ഞാൻ സ്പീച്ചിൽ മെൻഷൻ ചെയ്ത എല്ലാ പ്രധാനപ്പെട്ട പോയിന്റുകളും സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു എന്ന് പറയാം, അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുക, ലാസ്റ്റ് താങ്ക് യു അല്ലെങ്കിൽ എന്താ പറയുക, താങ്ക് യു എന്ന് പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, സ്പീച്ച് അവസാനിപ്പിക്കുക. സോ ഇങ്ങനെയാണ് ശരിക്ക് ഒരു സ്പീച്ചിൻ്റെ സ്ട്രക്ചർ. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സംസാരിച്ച് നോക്കാം. രണ്ടാമത്തെ വിഷയത്തെക്കുറിച്ച് വേണമെങ്കിൽ നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. സംസാരമാണ്. നിങ്ങൾ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് നോട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നോട്ട് എഴുതിയെടുക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ ഫോർമാറ്റുകളും നമ്മളെ സംസാരത്തിൽ വരും കേട്ടോ. ഫസ്റ്റ് വേണ്ടത് ഇൻട്രൊഡക്ഷനാണ്. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. പിന്നെ ഫസ്റ്റ് വേണ്ടത് ഗ്രീറ്റിംഗ് ആണ്, സോറി ഇൻട്രൊഡക്ഷൻ അല്ല. റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. പിന്നെ ഇൻട്രൊഡക്ഷൻ ഭാഗം, അല്ലേ? ടുഡേ ഐ ആം ഹിയർ ടു സ്പീക്ക് അബൌട്ട് the importance of environmental protection, അല്ലെങ്കിൽ today I got a golden opportunity to stand in front of you and speak about the importance of environmental protection. അപ്പോൾ അവിടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ബോഡി പാരഗ്രാഫ് എന്ന് പറയുന്ന ഭാഗം, അല്ലെങ്കിൽ ബോഡി ഓഫ് ദ സ്പീച്ച് എന്ന് പറയുന്ന ഭാഗം. അത് വിഷയം അവിടെയാണ് അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ്റെ കാര്യങ്ങൾ പറയുന്നതിൻ്റെ മുമ്പ് നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജസ്റ്റ് പരീക്ഷ ആൻസർ ഷീറ്റിൻ്റെ സൈഡിൽ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് ഒരു 5 പോയിൻ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഒരു സ്പീച്ചിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 5 പോയിൻറ്റ്സ് എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷനെ കുറിച്ചിട്ട് എഴുതി തരാം. ഒന്ന്, എന്താ പറയുക, എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ നേച്ചർ എന്ന് പറയാം, അല്ലേ? എൻവയൺമെൻറ്റിന് നമ്മൾ സിമ്പിളായിട്ട് പറയുന്ന വാക്കാണ് നേച്ചർ. നേച്ചർ എന്ന് പറയുന്നത് നമ്മളെ ദൈവമാണ്, അല്ലെങ്കിൽ നേച്ചർ ആസ് ഗോഡ്. നേച്ചർ ആസ് ഗോഡ്. നേച്ചർ നമ്മളെ ഗോഡാണ്, ദൈവമാണ്. പിന്നെ നേച്ചർ ഈസ് എ സോഴ്സ് ഓഫ് റിസോഴ്സ്. നേച്ചർ ഈസ് എ സോഴ്സ് ഓഫ് റിസോഴ്സ്. സോഴ്സ് ഓഫ് റിസോഴ്സ് കേട്ടോ. റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളവും മറ്റു സാധനങ്ങളും ഭക്ഷണമൊക്കെ കിട്ടുന്നത് അവിടെ നിന്നാണെന്നുള്ളതാണ്. പിന്നെന്താ പറയുക, പിന്നെ ഈ നേച്ചറിനെ എങ്ങനെയൊക്കെയാണ് ആളുകൾ ഇന്നത്തെ കാലത്ത് ദുരുപയോഗം ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമ്മളെന്താ പറയുക, ഡിപ്ലീഷൻ അല്ലെങ്കിൽ എന്താ പറയുക, ഡിസ്ട്രക്ഷൻ എന്ന് പറയാം കേട്ടോ, ഓഫ് നേച്ചർ. നേച്ചറിനെ എങ്ങനെയൊക്കെയാണ് ഡിസ്ട്രക്റ്റ് ചെയ്യുന്നത്, ഓക്കെ, ഓഫ് നേച്ചർ. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് സൊല്യൂഷനാണ്. ഈ എൻവയൺമെൻറ്റൽ ഡിസ്ട്രക്ഷനെതിരെയുള്ള സൊല്യൂഷൻ നമുക്കിതിന് ഈ പ്രസംഗത്തിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സൊല്യൂഷൻസ് എന്തൊക്കെയാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൺക്ലൂഷൻ. ഓക്കെ,
കൺക്ലൂഷൻ, സ്പീച്ച് കൺക്ലൂഡ് ചെയ്യണമല്ലോ അല്ലേ, അത് നമുക്ക് ഓൾറെഡി പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗമായിട്ട് ഞാൻ സ്പീച്ചിനെ ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഓരോ ഭാഗവും ഇങ്ങനെ ഓരോ പാരഗ്രാഫ് പോലെ, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിൽ തന്നെ 2 ഭാഗങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന പോലെ ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ എന്താ പറയുക, ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി ഈ ഒരു സാധനം നേച്ചർ ആസ് ഗോഡ് എന്നുള്ളത്, അപ്പോൾ ഇങ്ങനെ പറയാം, നേച്ചർ ഈസ് ദ പ്ലേസ് വേർ വി ലിവ് ഇൻ അല്ലേ. നേച്ചർ എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന സ്ഥലമാണ്. വി മേക്ക് ഹൗസസ്, വി മേക്ക് ബിൽഡിങ്സ്, വി മേക്ക് ഡിഫറെൻറ്റ് കൺസ്ട്രക്ഷൻസ് അപ്പോൺ ദി നേച്ചർ അല്ലേ. നമ്മൾ ഭൂമിയുടെ മുകളിൽ അല്ലെങ്കിൽ നേച്ചറിൻ്റെ മുകളിലാണ് നമ്മൾ എല്ലാ കൺസ്ട്രക്ഷൻസും വെക്കുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് നേച്ചർ വി ആർ ലിവിങ് പീസ്ഫുള്ളി. പ്രകൃതി ഉള്ളത് കൊണ്ടാണ് നമ്മൾ പീസ്ഫുള്ളായിട്ട് ജീവിക്കുന്നത് അല്ലേ. നേച്ചർ ഈസ് ലൈക്ക് ഗോഡ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം തരുന്ന ആളാണ്. സോ നേച്ചർ ഈസ് ലൈക്ക് ഗോഡ് ബിക്കോസ് നേച്ചർ ഗീവ്സ് എവറിത്തിങ് ലൈക്ക് ഗോഡ്. ദൈവത്തെ പോലെ നമുക്കെല്ലാം തരുന്നുണ്ട്. നേച്ചർ ഗിവ്സ് വാട്ടർ, നേച്ചർ ഗിവ്സ് ഫുഡ് റിസോഴ്സസ്, നേച്ചർ ഗിവ്സ് വുഡ് അല്ലേ. വുഡ് എന്ന് പറഞ്ഞാൽ മരം അല്ലേ. നേച്ചർ ഗിവ്സ് ഷെൽട്ടർ, നേച്ചർ ഗിവ്സ് എവറിത്തിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു ഭാഗം ഇങ്ങനെ കൊണ്ടുവരാം. എന്നിട്ട് നമ്മൾ പിന്നീട് പറയേണ്ടത് ഈവൻ ദോ ഇങ്ങനെയൊക്കെയാണ്. ഒരു പാരഗ്രാഫ് അവിടെ അവസാനിപ്പിക്കുക. അപ്പോൾ ഞാൻ ഏകദേശം ഈ 2 പോയിന്റിൽ ഫുള്ളൊന്നല്ല കേട്ടോ, ഞാനൊരു ഐഡിയ മാത്രമാണ്. ഈ ഒരു ക്ലാസ്സിൽ നമുക്കെല്ലാം പറയാനൊന്നും സമയമല്ല. സോ ഒരു ജസ്റ്റ് ഐഡിയ തരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 2 പോയിന്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് എങ്ങനെയാണ് മനുഷ്യന്മാർ നേച്ചറിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. സോ ഈവൻ ദോ നേച്ചർ ഈസ് ആക്ടിങ് ആസ് എ കെയർ ടേക്കർ ഇൻ അവർ ലൈഫ്, വി പീപ്പിൾ ആർ ഡിസ്ട്രോയിങ് നേച്ചർ ബ്ലൈൻഡ്ലി അല്ലേ. നമ്മൾ ഇന്ന് നേച്ചറിനെ ബ്ലൈൻഡായിട്ട് ഡിസ്ട്രോയ് ചെയ്യാണ് അല്ലേ. വി കട്ട് ട്രീസ് without the permission, we promote deforestation അല്ലേ, ഇൻസ്റ്റെഡ് ഓഫ് അഫോറസ്റ്റേഷൻ. അഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രകൃതിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അതിന് പകരം നമ്മൾ പ്രകൃതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. വി ഡംപ് വേസ്റ്റസ് ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത്. ഭൂമിയുടെ പ്രതലത്തിൽ നമ്മൾ വേസ്റ്റുകൾ വലിച്ചെറിയുന്നു. വി എന്താ പറയുക, കളക്ട് സാൻഡ് ഫ്രം റിവേഴ്സ് അല്ലേ. പുഴയിൽ നിന്ന് മണൽ കോരുന്നു. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു. അതിലൂടെ വി ആർ ആക്ച്വലി ഡിസ്ട്രോയിങ് ദ ഗ്രേറ്റ് റിസോഴ്സ് ദാറ്റ് ഗോഡ് ഹാസ് ഗിവൺ ടു അസ്. ദൈവം തന്ന വലിയ റിസോഴ്സിനൊക്കെയാണ് നമ്മൾ അങ്ങനെ പോവുക. അപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ലാസ്റ്റ് സൊല്യൂഷനിലേക്ക് വരിക. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിത് പ്രകൃതിനെ നശിപ്പിക്കരുത് എന്നുള്ളതാണ്. സോ ഡിയർ ഫ്രണ്ട്സ്, പ്രസംഗമാണല്ലോ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡിയർ ഫ്രണ്ട്സ്ന്നോ അല്ലെ ഡിയർ വൺസ്ന്നോ എന്നൊക്കെ പറയാം അല്ലേ. ഡിയർ ഫ്രണ്ട്സ്, സോ ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി to protect our nature. So we should promote afforestation, we should plant trees, we should not cut trees അല്ലേ. അങ്ങനെ ഉള്ള സൊല്യൂഷൻസ് പറയാം. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യാം, കൺക്ലൂഷനിലേക്ക് വരെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ടു കൺക്ലൂഡ് ഇറ്റ് ഈസ് അവർ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി to protect nature because our coming generation will depend upon our action of today. ഇന്നത്തെ നമ്മൾ ആക്ഷനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അവരെ ജീവിതം വരിക. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക. സമയം കുറവായതുകൊണ്ട് എന്നുള്ളതിന് എന്താ പറയുക, ആസ് വി ആർ റണ്ണിങ് ഷോർട്ട് ഓഫ് ടൈം, ഐ എം കൺക്ലൂഡിങ് മൈ സ്പീച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ഇത്രയും പറഞ്ഞാൽ സ്പീച്ച് അവസാനിച്ചു. ഓക്കെ, അപ്പം അതവിടെ അത്രയാണ് സ്പീച്ചിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട, നേരത്തെ ഇമെയിലിനെ കുറിച്ച് പറഞ്ഞ പോലെ പുതിയ ഡിസ്കോഴ്സുകളിൽപ്പെട്ട ഒരു ഡിസ്കോഴ്സാണ് റെസ്യൂമേ റൈറ്റിംഗ് അല്ലെങ്കിൽ CV റൈറ്റിംഗ് എന്ന് പറയും. റെസ്യൂമേ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളടുത്ത് നിന്ന് ഈ എന്താ പറയുക, ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ജോബ് പ്രൊവൈഡേഴ്സ് ആഗ്രഹിക്കുന്ന നമ്മളൊരു പ്രൊഫൈൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റിനെയാണ് എന്തെന്ന് പറയാം, റെസ്യൂമേ എന്ന് പറയാം. അല്ലെങ്കിൽ CV എന്ന് പറയും. കരിക്കുലം വിറ്റെ എന്നാണ് CVയുടെ ഫുൾ ഫോം. CV എന്ന് ഷോർട്ട് ഫോം ആയിട്ട് പറയാം. അപ്പോൾ ഒരു CV റൈറ്റിങ്ങിൽ അല്ലെങ്കിൽ റെസ്യൂമേ റൈറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ റെസ്യൂമേ എഴുതുമ്പോൾ ആദ്യം നമ്മളുടെ നെയിം കൊടുക്കണം. ഓക്കെ, മുകളിൽ നമ്മൾ ഏറ്റവും മുകളിൽ ടോപ്പിൽ നമ്മൾ നെയിം ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ നെയിം കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഫസ്റ്റ് വേണ്ടത് നെയിമാണ്. ഇപ്പോൾ നെയിം എന്ന് പറയണത് മനു എന്നുള്ളതാണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുക കേട്ടോ. സ്മോൾ ലെറ്ററിൽ കൊടുക്കുന്നതിന് പകരം ക്യാപിറ്റൽ യൂസ് ചെയ്താൽ ഒന്നും കൂടി അത് ക്യാച്ചീവ് ആവും.
മനു. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് എന്താണെന്നറിയോ, നമ്മളുടെ അഡ്രസ്സും പേഴ്സണൽ കോണ്ടാക്റ്റ് ഇൻഫർമേഷനാണ്. അഡ്രസ്സ്, അപ്പോൾ മനു എന്നുള്ള വ്യക്തിയുടെ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. പിന്നെ കോണ്ടാക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കുക. കോണ്ടാക്റ്റ് ഇൻഫർമേഷൻ, ഈ കോണ്ടാക്റ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയോ? നമ്മളെ മൊബൈൽ നമ്പർ മാത്രമല്ല, ഇങ്ങനെയുള്ള ജോബ് കേസുകളിലൊക്കെ ശരിക്കും നമ്മൾ ഇമെയിൽ വഴിയാണ് നമുക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുക. അപ്പോൾ കോണ്ടാക്റ്റിൽ 2 കാര്യങ്ങൾ കൊടുത്താൽ മതി. ഒന്ന് നിങ്ങളുടെ ഒരു മൊബൈൽ നമ്പർ കൊടുക്കുക, അതുപോലെ ഒരു ഒഫീഷ്യലായ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഇമെയിൽ ഐ ഡിയും കൊടുക്കാം. ഓക്കെ, അപ്പോൾ മൊബൈൽ നമ്പർ, ഇമെയിൽ. ഓക്കെ, ഇതാണ് സി വിയുടെ ഒരു ഫ്രണ്ടിൽ ടോപ്പിൽ വരേണ്ടത്. ഇതിന് നമുക്കൊരു ടോപ്പ് പാർട്ടായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഈ ഭാഗം ഇങ്ങനെ ഒരു സെക്ഷനായിട്ട് തന്നെ കൊടുക്കാം. റൈറ്റ് സൈഡിൽ വേണമെങ്കിൽ ആ വ്യക്തിയുടെ ഫോട്ടോ കൊടുക്കാം. ഫോട്ടോ നിർബന്ധമില്ല, പക്ഷേ ഫോട്ടോ കൊടുത്താൽ നല്ലതാണ്, അതുകൊണ്ട് ഫോട്ടോ കൊടുക്കാം. ഓക്കെ, ഞാൻ ഇനി ഈ ഭാഗം മായ്ച്ചിട്ടാണ് ബാക്കിയുള്ള ഭാഗം പറയുന്നത്, കാരണം നമുക്ക് എഴുതാൻ സ്പേസ് കിട്ടണം, അതുകൊണ്ട്. അപ്പോൾ ഇതൊന്ന് ശരിക്കും നോട്ട് ചെയ്യുക. ഇത് ഒരു സി വിയുടെ ടോപ്പിൽ വരേണ്ട സാധനമാണ് ഈ പറഞ്ഞ സാധനങ്ങൾ. ഇനി സി വിയുടെ താഴെ വരേണ്ട ഭാഗങ്ങൾ, അതായത് ഇതിൻ്റെ താഴെ വരേണ്ട ഭാഗം നമുക്ക് വേറെ ഡിസ്കസ് ചെയ്യാം. ഇനി ഇത് ഓരോ സെക്ഷനായിട്ട്, സബ് സെക്ഷനായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാണ്. ആദ്യം കൊടുക്കേണ്ടത് എന്താണെന്നറിയോ? ഒരു വ്യക്തി ഒരു ജോബിന് അപ്ലൈ ചെയ്യാണല്ലോ, അപ്പോൾ അയാളുടെ എക്സ്പീരിയൻസ് ആണ് ആദ്യം കൊടുക്കേണ്ടത്. ഓക്കെ, ജോബ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇത് ഏത് സെക്ടറിലേക്കാണോ നമ്മൾ ജോലി അപ്ലൈ ചെയ്യണം. അപ്പോൾ ടീച്ചറാണെങ്കിൽ ടീച്ചറായിട്ടുള്ള ആൾ കൊടുക്കേണ്ടത് അയാൾ വർക്ക് ചെയ്തിട്ടുള്ള സ്കൂളുകൾ, കോളേജുകളൊക്കെ ആയിരിക്കും. അതല്ല ഒരു അക്കൗണ്ടൻ്റ് ആയിട്ടാണ് ജോലി അന്വേഷിക്കണതെങ്കിൽ ആ സെക്ടറിലുള്ള എക്സ്പീരിയൻസ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഏത് സെക്ടറിലേക്കാണോ ജോബ് അപ്ലൈ ചെയ്യണത്, നമുക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട്, എല്ലാം കൊടുക്കണം എന്നില്ല. നമ്മൾ ജോലി അപ്ലൈ ചെയ്യുമ്പോൾ ആ ജോലി സെക്ടർക്ക്, ഇപ്പോൾ പരീക്ഷാ പേപ്പറിൽ ഇന്ന സെക്ടർക്ക് ജോലി അപ്ലൈ ചെയ്യാനാണ് സി വി എഴുതാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി എഴുതായിരിക്കും. സ്വാഭാവികമായിട്ടും നമ്മളാരും സി വി ഒന്നും ഉണ്ടാക്കില്ല, നിങ്ങളാരും സി വി ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എഴുതുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ചോദ്യമായിട്ട് കണക്ഷൻ ഉണ്ടാവണം. ഇപ്പോൾ നമുക്കിപ്പോൾ അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള ഒരു സി വി ആണ്, ഒരു അക്കൗണ്ടിങ് സെക്ഷനിലേക്കാണ് ഒരാളെ നിയോഗിക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എഴുതുന്ന എക്സ്പീരിയൻസുകളിൽ ഇങ്ങനെ കൊടുത്താൽ മതി. വർക്ക്ഡ് ജോലി ചെയ്തു എന്നുള്ള കേട്ടോ. വർക്ക്ഡ് ആസ് ആൻ അക്കൗണ്ടൻ്റ്, അക്കൗണ്ടൻ്റ് അറ്റ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ പേര് നിങ്ങൾ ഉണ്ടാക്കി കേട്ടോ. ഒരു 2-3 എക്സ്പീരിയൻസ് കൊടുക്കുക, 2 എണ്ണമെങ്കിലും കൊടുക്കുക. ഈ വർക്ക്ഡ് ആസ് എന്ന് പറഞ്ഞിട്ട് വേറെ അക്കൗണ്ടൻ്റോ അല്ലെങ്കിൽ വർക്ക്ഡ് ആസ് എന്താ പറയുക ക്ലർക്കെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സമാനമായിട്ടുള്ള എക്സ്പീരിയൻസ്. ഇനി സെയിം എക്സ്പീരിയൻസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അക്കൗണ്ടൻ്റ് എന്ന് കൊടുക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ വേണ്ടത് നമ്മളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ്. എന്താ വേണ്ടത്? എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, വിദ്യാഭ്യാസ യോഗ്യതയാണ് കൊടുക്കേണ്ടത് സി വിയിൽ. അപ്പോൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊടുക്കുമ്പോൾ 7ാം ക്ലാസ് മുതലാണ് തുടങ്ങല്ല ചെയ്യേണ്ടത്. നമുക്ക് ഏറ്റവും ടോപ്പിലുള്ള വിദ്യാഭ്യാസം, അതായത് ടോപ്പിലുള്ള ക്വാളിഫിക്കേഷൻ ആദ്യം കൊടുക്കുക. ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ PG ഉണ്ടെന്ന് വിചാരിക്കുക, അപ്പോൾ അയാൾ ആദ്യം കൊടുക്കേണ്ടത് MCOM എന്ന് കൊടുത്തിട്ടാണ് ബാക്കിയുള്ളത് കൊടുക്കേണ്ടി വരും കേട്ടോ. MCOM. എന്നിട്ട് എന്ത് ചെയ്യുക, ഏത് സ്ഥാപനത്തിൽ നിന്നാണ് ആൾ പഠിച്ചിറങ്ങിയത്, യൂണിവേഴ്സിറ്റീൻ്റെ പേര് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ പേര് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഏറ്റവും ടോപ്പ് ഡിഗ്രി മുകളിൽ കൊടുക്കുക. അതിൻ്റെ താഴെ വരുന്നത് അടുത്ത കൊടുക്കുക. അപ്പോൾ BCom 2ാമത് കൊടുക്കുക. അതും സ്ഥാപനത്തിൻ്റെ പേരും വർഷവും കൊടുക്കണേ, 2020. പിന്നെ സ്ഥാപനത്തിൻ്റെ പേര് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പേര്, വർഷം കൊടുക്കുക 2018, അങ്ങനെ കൊടുക്കുക. പിന്നെ അയാൾക്ക് +2 ഉണ്ട്, +2 എന്ന് കൊടുത്തിട്ട് ഏത് സ്ട്രീമാണ്, കൊമേഴ്സ് ആണോ സയൻസ് ആണോ എന്ന് കൊടുക്കണം. അപ്പോൾ കൊമേഴ്സ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഏത് സ്കൂളിൽ നിന്ന് കൊടുക്കുന്നു, സ്കൂളിൻ്റെ പേര് GHSS എന്ന് പറഞ്ഞിട്ട് സ്കൂളിൻ്റെ പേര് കൊടുക്കുക, വർഷം കൊടുക്കുക 2015 എന്ന് കൊടുക്കുന്നു. ഓക്കെ, പിന്നെ 10th അല്ലെങ്കിൽ SSLC എന്ന് കൊടുക്കുക. ഓക്കെ, അതും സ്കൂളിൻ്റെ നെയിം കൊടുക്കുക, വർഷം കൊടുക്കുക 2012.
ഇതാണ് രണ്ടാമത്തെ സെക്ഷനിൽ ഉണ്ടാവേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഫസ്റ്റ് ജോബ് എക്സ്പീരിയൻസ് പറയാം, രണ്ടാമത്തത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ ഏറ്റവും ടോപ്പ് ഡിഗ്രി മുകളിലും ലോവർ ക്വാളിഫിക്കേഷൻ താഴെയും കൊടുക്കുന്ന രൂപത്തിൽ കൊടുക്കാം. ഇനി അടുത്ത സെക്ഷൻ ഡിസ്കസ് ചെയ്യാം. ഞാനത് വായിച്ചിട്ട് അടുത്ത സെക്ഷൻ ഡിസ്കസ് ചെയ്യാം. അടുത്തത് ഇപ്പോൾ നമ്മൾ ജോബ് എക്സ്പീരിയൻസ് കൊടുത്തു, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊടുത്തു. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് നമ്മളെ ഹോബീസ് കൊടുക്കാം, നമ്മളെ സ്കില്ലുകൾ കൊടുക്കാം, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് അവാർഡുകൾ കിട്ടിയ ആളുകളാണെങ്കിൽ അത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് നമ്മളെ സ്കില്ലാണ്. ഇപ്പോൾ ഒരുപാട് സ്കില്ലുള്ള ആളുകളുണ്ടാവും അല്ലേ, എഴുതുന്നവരുണ്ടാവും, പാടുന്നവരുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, റൈറ്റിംഗ് സ്കില്ല് ഉണ്ടെങ്കിൽ റൈറ്റിംഗ് സ്കില്ല് കൊടുക്കാം. ഓരോ കമ്പനികളും പല സ്കില്ലുകളും ആവശ്യപ്പെടുന്നുണ്ടാവും അല്ലേ, റൈറ്റിംഗ് സ്കിൽ എന്ന് കൊടുക്കാം. പിന്നെ ഈ റൈറ്റിംഗ് സ്കിൽ എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് എന്ത് റൈറ്റിംഗ് ആണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിൽ പറയണം കേട്ടോ അവരോട്. അതുപോലെ എന്ത് വേണം, എന്താ പറയുക, ആക്ടിങ് എന്ന് കൊടുക്കാം അല്ലേ, ആക്ടിങ് സ്കില്ല്, സിംഗിങ്, ഇങ്ങനെ ഒരു 3 എണ്ണം വെറുതെ ഉണ്ടാക്കി എഴുതിയാൽ മതി. ഒരു 3 എണ്ണം വെറുതെ ജസ്റ്റ് കത്തിക്ക് വെച്ച് എഴുതാം. ഓക്കെ, അടുത്തത് സ്കില്ല് ഞാൻ താഴെ എഴുതുന്നതിന് പകരം ഇവിടെ എഴുതാം. പിന്നെ നമ്മൾ അവാർഡ്സ്, നമുക്ക് കിട്ടിയിട്ടുള്ള മെയിൻ അവാർഡ്സ്. ഇപ്പോൾ ചില ആളുകളൊക്കെ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് NSS വളണ്ടിയർ അവാർഡ് കിട്ടിയവരുണ്ടാവും, ബെസ്റ്റ് സ്റ്റുഡൻറ്റ് വളണ്ടിയർ അവാർഡ് അങ്ങനെയൊക്കെ കിട്ടിയവരൊക്കെ ഉണ്ടാവും, ബെസ്റ്റ് സ്റ്റുഡൻറ്റ് പോലീസ് വളണ്ടിയർ അവാർഡൊക്കെ കിട്ടി. അപ്പോൾ അങ്ങനെയുള്ള അവാർഡുകൾ ഉണ്ടല്ലോ. അതുപോലെ സ്റ്റേറ്റ് കലോത്സവത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടി, ഇങ്ങനെയുള്ള എല്ലാ അവാർഡുകളും ജസ്റ്റ് 1 വേർഡിൽ ഇങ്ങനെ എഴുതി പോയാൽ മതി. ഞാനിവിടെ എഴുതുന്നില്ല, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകൾ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് എഴുതി പോവുക. അതാണ് അവാർഡ്സിൽ വേണ്ടത്. പിന്നീട് വേണ്ടത് ഹോബീസാണ്. നമ്മൾ ഫ്രീ ടൈമിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ. ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെറുതെ എഴുതാൻ പാടില്ല. നമുക്ക് പരീക്ഷയ്ക്ക് വെറുതെ എഴുതാൻ കുഴപ്പമില്ല, പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ CV എഴുതുമ്പോൾ നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഹോബീസ് തന്നെ കൊടുക്കുക. കാരണം ഈ ഹോബി നമുക്ക് ഉണ്ടോയെന്ന് അവർ ടെസ്റ്റ് ചെയ്താൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ റീഡിങ് ആവാം, റൈറ്റിംഗ് ആവാം, സ്ലീപ്പിംഗ് ആവാം, ഈറ്റിംഗ് ആവാം, ട്രാവലിംഗ് ആവാം, എന്തും ആവാം. ഓക്കെ, അപ്പോൾ അതാണ് അടുത്തത്. പിന്നീട് നമ്മൾ കൊടുക്കേണ്ടത് പിന്നെ ലാസ്റ്റ് സെക്ഷനാണ് റെഫറൻസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കമ്പനി നമ്മളെ ജോലിക്ക് എടുക്കുകയാണെങ്കിൽ ഇവർക്ക് നമ്മളെക്കുറിച്ച് ചോദിക്കാൻ ഒരാൾ, ആ ആളുടെ പേരും ആ ആളുടെ ഡെസിഗ്നേഷനും ആ ആളുടെ ഫോൺ നമ്പറും ആ ആളുടെ ഇമെയിൽ ID ഒക്കെ കൊടുക്കണം. അതെന്ന് പറയുന്നത് നമ്മളുടെ ഒരു ടീച്ചർ ആവുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മളെ വീട്ടിലത്തെ ആൾക്കാരെ പേര് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ടീച്ചറിൻ്റെ പേര്, ഇപ്പോൾ ഇംഗ്ലീഷ് ടീച്ചറിൻ്റെ പേര്, ഒരു എന്തെങ്കിലും പേര് കൊടുക്കാം, മിസ്റ്റർ സലീം എന്ന് കൊടുക്കാം. ഓക്കെ, ഒരു എക്സാമ്പിളാണ് ഇംഗ്ലീഷ് ടീച്ചർ GHSS എന്ന് പറഞ്ഞിട്ട് സ്കൂളിൻ്റെ പേര്, എന്നിട്ട് സാറിൻ്റെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID. അപ്പോൾ നമ്മളെക്കുറിച്ച് അവർക്ക് ചോദിക്കാൻ ഒരാളായി. അതാണ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡിക്ലറേഷനാണ്. ഡിക്ലറേഷൻ, ഇത് ലാസ്റ്റ് ഭാഗമാണ്. ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്, ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റം ഞാൻ ഏറ്റെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് ശരിക്കും എങ്ങനെ പറയാമെന്നറിയോ, ദ എബവ് ഗിവൺ ഇൻഫർമേഷൻ ആർ, ദ എബവ് ഗിവൺ, ഞാനത് പറഞ്ഞുതരാം, നിങ്ങൾ എഴുതിയെടുത്താൽ മതി. ദ എബവ് ഗിവൺ ഇൻഫർമേഷൻ ആർ ട്രൂ ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ് ആൻഡ് ബിലീഫ്. ഒന്നുകൂടെ പറയാം. ദ എബവ് ഗിവൺ ഇൻഫർമേഷൻസ് ആർ ട്രൂ ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ് ആൻഡ് ബിലീഫ്. എൻ്റെ അറിവും വിശ്വാസവും വെച്ച് മുകളിൽ ഞാൻ പ്രസ്താവിച്ച കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നിട്ട് താഴെ നിങ്ങളുടെ പേര് കൊടുക്കുക. ഇത് ഇങ്ങനെ എഴുതേണ്ടതല്ല, ഇങ്ങനെ താഴെകൂട്ട് എഴുതേണ്ടതാണ്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായാൽ ആ CV ഏറ്റവും ടോപ്പ് CV ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഒരു CV സ്വന്തമായിട്ട് പരീക്ഷൻ്റെ മുമ്പ് എഴുതിയിട്ടൊന്ന് ഒരു ഡെമോ CV ഒന്ന് എഴുതി നോക്കൂ. എന്തെങ്കിലും CV റൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങളെ മെൻറ്ററിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി കോൺടാക്റ്റ് ചെയ്യാം. സംശയങ്ങൾ അതിലൂടെ പരിഹരിച്ചു തരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് CV കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി
നമ്മളെ പരീക്ഷയിൽ നമ്മളെ പലപ്പോഴും കൊടുക്കുന്ന എന്നാൽ അത്ര ഈ ഗതികേടില്ലാത്ത സിമ്പിളായിട്ടുള്ളൊരു ഏരിയയാണ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഏരിയ. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫ് തരും, എന്നിട്ട് അതിൽ കുറേ തെറ്റുകൾ കൊടുത്തിട്ടുണ്ടാവും. ആ തെറ്റുകൾ ശരിയാക്കി എഴുതുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, അതിൽ ചില ഭാഗം ഞാൻ അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ, ബോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം നിങ്ങൾ മാറ്റി എഴുതേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ആ ഭാഗമൊക്കെ തെറ്റാണെന്നാണ് അർത്ഥം. ഒന്ന് വായിച്ചു നോക്കാം. എവ്രി ഡേ മീര വോക്ക് അപ്പ് അറ്റ് 6 AM. എല്ലാ ദിവസവും മീര 6 മണിക്ക് വോക്കപ്പ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. എവ്രി ഡേ എന്ന് പറയുമ്പോൾ ഒരു ഡെയിലി റുട്ടീന് അല്ലെങ്കിൽ ഒരു ഡെയിലി ഹാബിറ്റ് കാണിക്കുന്നതാണല്ലോ. അപ്പോൾ അവിടെ പ്രസൻറ്റ് ടെൻസാണ് കൊടുക്കേണ്ടത്. അപ്പോൾ വോക്ക് എന്നുള്ളതിന് പകരം നമ്മൾ കൊടുക്കേണ്ടത് വെയ്ക്സ് എന്നാണ്. എന്താ കൊടുക്കേണ്ടത്? വോക്ക് എന്നുള്ളതിന് പകരം വെയ്ക്സ് എന്നാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങളെ പരീക്ഷ പേപ്പറിൽ പ്രസൻറ്റിലാണ് എഡിഷൻ തന്നത്, പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു വേർഡാണ് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും വേറെ ഒന്നും അവിടെ ചിന്തിക്കാനുണ്ടാവില്ല. പ്രസൻ്റ് ആകുമ്പോൾ അതിനെ പാസ്റ്റ് ആക്കുക. പാസ്റ്റിലാണ് തന്നിട്ടുള്ളതെങ്കിൽ അവിടെയും ചിന്തിക്കേണ്ട, പാസ്റ്റുള്ള പ്രസൻ്റ് ആക്കുക. അപ്പോൾ അവിടെ പാസ്റ്റിലാണ് തന്നിട്ടുള്ളത്, നേരെ കണ്ട് പ്രസൻ്റ് ആക്കിയാൽ മതി. വോക്കുള്ളതിനെ വെയ്ക്സ് ആക്കുക. ഓക്കെ. പിന്നെ ആൻഡ് വെൻറ്റ് ഫോർ എ വാക്ക്, അവളൊന്നും നടക്കലുണ്ട്. വെൻറ്റ്, അപ്പോൾ അത് പാസ്റ്റാണ്. പാസ്റ്റ് ആകുമ്പോൾ തിരിച്ച് പ്രസൻറ്റിക്ക് വന്നാൽ മതി. അതായത് ഇത് എഡിറ്റ് ചെയ്യണമെന്ന് നമ്മളോട് പറഞ്ഞിരിക്കണല്ലോ അല്ലേ, അപ്പോൾ അതിൻ്റെ അർത്ഥം തെറ്റാണെന്നാണല്ലോ. അപ്പോൾ പ്രസൻറ്റിൽ തന്നത് പാസ്റ്റ് തന്ന പ്രസൻ്റ് ആണെങ്കിൽ, പാസ്റ്റിലാണ് തന്നിട്ടുള്ളതെങ്കിൽ അത് പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ വെൻ്റ് ആണെങ്കിൽ അവിടെ ഗോസ് ആവും, കാരണം വെൻറ്റിൻ്റെ പ്രസൻറ്റ് ഗോസ് ആണല്ലോ അല്ലേ. ഓക്കെ. യെസ്റ്റർഡേ, ഇന്നലെ, ഷീ ഗോ ടു ദി പാർക്ക് ആസ് യൂഷ്വൽ. ഇന്നലെ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാര്യമല്ലേ, ഈ കഴിഞ്ഞ കാര്യം നമ്മളൊരിക്കലും പ്രസൻറ്റ് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പ്രസൻ്റാണ് ഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഗോ എന്നുള്ളത് മാറ്റിയിട്ട് എന്ത് ചെയ്യുക? വെൻറ്റ് എന്നാക്കുക. ഓക്കെ. പ്രസൻറ്റിനെ പാസ്റ്റ് ആക്കുക. അവൾ ഇന്നലെ പാർക്കിൽ പോയി. ആസ് യൂഷ്വൽ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അവൾ പോവാറുണ്ട് അതുപോലെ. ആൻഡ് മീറ്റ്സ്, ഇന്നലെ പോയതാണ്, അപ്പം ഇന്നലെ കണ്ടു എന്നാണ്. കണ്ടു എന്നാണ് വരണ്ടേ, കാണുന്നു എന്നല്ല. അപ്പം മീറ്റ്സ് എന്ന് പറയുമ്പോൾ പ്രസൻ്റ് ആണ്. മെറ്റ് എന്നാക്കുക കേട്ടോ. ആൻഡ് മെറ്റ് ഹെർ ഫ്രണ്ട് ദർ, അവളുടെ ഫ്രണ്ടിനെ അവിടെ വെച്ച് കണ്ടു. ദേ ടോക്ക്ഡ് എന്നാണ് തന്നിട്ടുള്ളത്. ദേ ടോക്ക്ഡ് എന്നുള്ളത് തെറ്റാണ്, അത് പ്രസൻറ്റിലേക്ക് ആക്കുക. ദേ ടോക്ക് ഫോർ, ടോക്ക്ഡ് V2 ആണ്, അവിടെ V1 ആണ് വരേണ്ടത്, അതായത് V1ലേക്ക് മാറ്റുക. ടോക്ക്, ദേ ടോക്ക് ഫോർ സം ടൈം ആൻഡ് ലോഫ് ഹാപ്പിലി, അവിടെ ലോഫ് തെറ്റാണ്, ലോഫ്ഡ് എന്നാണ് വരേണ്ടത് കേട്ടോ. ലോഫ് എന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ റൂൾ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. പ്രസൻറ്റിനെ പാസ്റ്റും പാസ്റ്റിനെ പ്രസൻറ്റും ആക്കിയാൽ തന്നെ ഇതിൽ മാർക്ക് കിട്ടുന്നു. ഷുവറാണ്, ഉറപ്പാണ് കേട്ടോ. അങ്ങനെ മീര യൂഷ്വലി 8, അവൾ യൂഷ്വലി എന്ന് പറയുമ്പോൾ അതൊരു ശീലമല്ലേ, ഡെയിലി ഹാബിറ്റ് അല്ലേ. അപ്പോൾ അവിടെ പ്രസൻറ്റേ പറ്റുള്ളൂ, പാസ്റ്റ് പറ്റില്ല. യൂഷ്വലി ഈറ്റ്സ് എന്ന് കൊടുക്കണം കേട്ടോ. 8 എന്ന് കൊടുക്കരുത് കണ്ടോ, ഈറ്റ്സ് എന്ന് കൊടുക്കണം. ഓക്കെ. ഷീ യൂഷ്വലി eats usually eats breakfast after returning home. But yesterday, എന്നും വീട്ടിലെത്തിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ. പക്ഷെ ഇന്നലെ she eats outside within her friend. കണ്ടോ, ഈ ഈറ്റ്സ് തെറ്റാണ്. ഇന്നലെ എന്ന് വല്ലേ പറയണത്, യെസ്റ്റർഡേ എന്നല്ലേ. ഞാൻ ബോൾഡ് ചെയ്യാൻ മറന്നതാട്ടോ, ഇത് ശരിക്കും ബോൾഡ് ചെയ്യണേ. യെസ്റ്റർഡേ ഷീ 8, കഴിഞ്ഞ കാര്യമല്ലേ, അപ്പോൾ പാസ്റ്റ് അല്ലേ. ഷീ 8 എന്ന് വേണം കേട്ടോ. അലോങ് ഔട്ട്സൈഡ് വിത്ത് ഹർ ഫ്രണ്ട്, ഇന്നലെ അവൾ പുറത്തുനിന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ കഴിച്ചു. ഷീ ഫെൽറ്റ്, ഫെൽറ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റാണ്, അത് തെറ്റാണ്. അവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഷീ ഫീൽസ് എന്നാണ് കേട്ടോ. ഷീ ഫീൽസ് വെരി ഹാപ്പി, ഫീൽസ് വെരി ഹാപ്പി. ആൻഡ് താങ്ക്ഡ്, അവൾ നന്ദി പറഞ്ഞു. താങ്ക്സ് അല്ല, അതിൻ്റെ പാസ്റ്റ് വരണം. താങ്ക്ഡ് ഹെർ ഫ്രണ്ട് ബിഫോർ ലീവിങ്. അപ്പോൾ ഇതിലാകെ ഒരു ലോജിക്കേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. പ്രസൻറ്റ് ടെൻസുകളെ പാസ്റ്റ് ആക്കുക, പാസ്റ്റ് ടെൻസുകളെ പ്രസൻറ്റ് ആക്കുക. അപ്പോൾ ഈ പ്രസൻറ്റും പാസ്റ്റും അറിയാമെന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതറിഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനും പറ്റും. ഓക്കെ. അപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊഫൈലാണ്. പ്രൊഫൈല് എല്ലാവർക്കും അറിയാം, കാരണം 10th മുതൽ 9th മുതൽ 8th മുതലൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് പ്രൊഫൈല്. ഒരു വ്യക്തിയുടെ കുറേ ഹിൻസ് തന്നിട്ടുണ്ടാവും, അയാളെ കുറിച്ചിട്ടൊരു പ്രൊഫൈൽ എഴുതുക എന്നുള്ളതാണ്. പ്രൊഫൈൽ റൈറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ വ്യക്തി
ആരാണെന്നുള്ളത് അതിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പ്രൊഫൈൽ ചെയ്താണ്. അപ്പോൾ ഹിൻസിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഒരു ഗ്രേറ്റ് സയൻറ്റിസ്റ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് തുടങ്ങുമ്പോൾ എങ്ങനെ എഴുതാം? ഡോക്ടർ APJ അബ്ദുൽ കലാം, ഡോക്ടർ APJ അബ്ദുൽ കലാം. മരിച്ചു പോയതല്ലേ അല്ലേ? അപ്പോൾ മരിച്ചു പോയ ആളുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വാസ് എന്ന് പറയണം. ഡോക്ടർ APJ അബ്ദുൽ കലാം വാസ് എ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് ഫ്രം ഇന്ത്യ. ഇതൊരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ കൊടുക്കുക. എന്നിട്ട് അയാൾ ജനിച്ച വർഷം, ജനിച്ച സ്ഥലം, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാം കലാം വാസ് ബോൺ, അല്ലെങ്കിൽ ഡോക്ടർ കലാം എന്ന് കൊടുക്കാം. വാസ് ബോൺ, വർഷവും ഇയറൊന്നും ഞാനിപ്പോൾ എഴുതുന്നില്ല, അത് നിങ്ങൾ പ്രൊഫൈൽ ഹിൻസിൽ ഉണ്ടാവും, അത് അതുപോലെ ഇതാ. വാസ് ബോൺ ഓൺ എന്ന് പറയണം, അത് വളരെ ഇമ്പോർട്ടൻ്റ്. വാസ് ബോൺ ഓൺ. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം, 17th. ഇത് കറക്റ്റ് അല്ല കേട്ടോ, ഡേറ്റ് കറക്റ്റ് അല്ല. കലാമിൻ്റെ ഇയർ ഓഫ് ബർത്ത് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് ഞാൻ ഒരു എക്സാമ്പിൾ ചെയ്താണ്. അത് നിങ്ങൾ തെറ്റിക്കരുത്, അത് നോക്കിയിട്ട് എഴുതണം. ഓക്കെ, വാസ് ബോൺ ഓൺ 17th November എന്ന് പറഞ്ഞിട്ട് ആ വർഷം കൊടുക്കുക. ഓക്കെ, 1895 അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഓണാണ്, ഡേറ്റ് കൊടുക്കുമ്പോൾ ഓണാണ് എഴുതേണ്ടത്. ഓക്കെ, പിന്നെ എവിടെ ജനിച്ചു? അവിടെ അറ്റ് പ്ലേസ് അല്ലേ, അറ്റ് രാമേശ്വരം തമിഴ്നാട്. അറ്റ് രാമേശ്വരം ഇൻ തമിഴ്നാട് എന്നാണ് കൊടുക്കേണ്ടത്. ഇൻ തമിഴ്നാട്. ഈ രണ്ട് സ്ഥലം അടുത്തടുത്ത് വരുമ്പോൾ ശ്രദ്ധിക്കാം, രണ്ട് സ്ഥലം അടുത്തടുത്ത് വരുമ്പോൾ ഏറ്റവും ചെറിയ സ്ഥലത്തിൻ്റെ മുമ്പ് അറ്റും ഏറ്റവും വലിയ സ്ഥലത്തിൻ്റെ മുമ്പ് ഇന്നും കൊടുക്കുക. അപ്പോൾ രാമേശ്വരം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ചെറിയ സ്ഥലമാണ്. അപ്പോൾ അറ്റ് രാമേശ്വരം ഇൻ തമിഴ്നാട് എന്ന് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അറ്റ് കേരള ഇൻ ഇന്ത്യ. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇൻസിൽ കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ടാവും അല്ലേ. ഹി വാസ് ദി ചെയർമാൻ ഓഫ് IS, ഹി വാസ് ദി ചെയർമാൻ ഓഫ് ISRI അല്ലേ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെമ്പറായിട്ടുണ്ട്. അങ്ങനെ ഹിൻസിൽ എന്തൊക്കെ ഉണ്ട് അതൊക്കെ കൊടുക്കുക. ശ്രദ്ധിക്കേണ്ടത് വാസ് എന്ന് വെച്ചിട്ട് കഴിഞ്ഞ കാര്യമല്ലേ, മരിച്ചുപോയ ആൾക്കാരല്ലേ, അപ്പോൾ വാസ് ദ ചെയർമാൻ അല്ലേ. ഇനിയിപ്പോൾ ഒരാൾ ഇപ്പോഴും അതിൻ്റെ ഡ്യൂട്ടിയുള്ള ആളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഹിൻസിൽ വെച്ചാൽ ഹി ഈസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഹി വാസ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഹി വാസ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു. ഹി വാസ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. എന്ന് മുതൽ എന്നുള്ളത് ഹിൻസിലുണ്ടാവും. അപ്പോൾ ഫ്രം എന്ന് കൊടുത്തിട്ട് ആ വർഷം കൊടുക്കുക, എന്നിട്ട് ടു എന്ന് കൊടുത്തിട്ട് വീണ്ടും ആ വർഷം കൊടുക്കുക കേട്ടോ. ഓക്കെ, പിന്നെ കുറേ ബുക്സ് എഴുതിയിട്ടുണ്ട് അല്ലേ. ഹി റോട്ട് മെനി ബുക്സ്. കണ്ടോ, റോട്ട് എന്നാണ് കൊടുക്കേണ്ടത്, റൈറ്റ്സ് അല്ല കൊടുക്കേണ്ടത്, റോട്ടാണ്, കാരണം കഴിഞ്ഞ കാര്യമാണ് അല്ലേ. ഹി റോട്ട് മെനി ബുക്സ്, കുറേ ബുക്സ് എഴുതിയിട്ടുണ്ട്. ഇൻക്ലൂഡിങ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ബുക്സിൻ്റെ ലിസ്റ്റ് ഇങ്ങനെ കൊടുക്കുക. ഈ ലിസ്റ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ കോമട്ട് കൊടുക്കുക. ഏറ്റവും ലാസ്റ്റത്തിൻ്റെ മുമ്പ് ആൻഡ് എന്ന് കൊടുക്കുക, എന്നിട്ട് അത് എഴുതിയിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക. എന്നിട്ട് ലാസ്റ്റ് പിന്നെ ഹി വാസ് എ മോട്ടിവേഷണൽ സ്പീക്കർ ഓൾസോ അല്ലേ. ഹി വാസ് എ മോട്ടിവേഷണൽ സ്പീക്കർ ഓൾസോ. എന്നിട്ട് എന്താ എഴുതാം, ഹി മോട്ടിവേറ്റഡ് മെനി സ്റ്റുഡൻസ് ഓൾ അക്രോസ് ഇന്ത്യ ആൻഡ് ദി വേൾഡ്. ലോകത്ത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലുള്ള സ്റ്റുഡൻസിനെ അദ്ദേഹം മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം മരിച്ചു പോയ വർഷവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഡെത്ത് ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. ഹി മരിച്ചു എന്ന് എഴുതുമ്പോൾ കുറച്ച് പൊളൈറ്റായിട്ട് പറയാം, അതായത് നമ്മൾ ഡൈഡ് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് പാസ്ഡ് അവേ എന്ന് പറയുന്നതാണ്. ഹി പാസ്ഡ് അവേ ഓൺ ഡേറ്റ് കൊടുക്കുക കേട്ടോ. ഓൺ എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് കൊടുക്കുക. ഓക്കെ, അറ്റ് എന്ന് പറഞ്ഞിട്ട് സ്ഥലം തന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലേ കൊടുക്കണ്ട. ഓക്കെ, അത്രയും കാര്യങ്ങളുണ്ടായാൽ പ്രൊഫൈല് പെർഫെക്റ്റായി. ഓക്കെ, ഇനി വീണ്ടും ഞാൻ പറയുകയാണ്, പ്രൊഫൈലല്ല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത എന്ത് ഡിസ്കോഴ്സുമായിട്ടോ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐദർ യു ക്യാൻ കമൻറ്റ് ഓൺ ദി യൂട്യൂബ് channel or in the WhatsApp group. Okay, thank you, have a nice day.